ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മാക്രോണി മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് മാക്രോണിയെ നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ എണ്ണ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളം നന്നായി തിളച്ചു. ഇനി നമുക്കിതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 500 ഗ്രാം മാക്രോണിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഈ കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇടയ്ക്കൊന്ന് നമുക്കത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 3/4 വേവ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഏകദേശം ഒന്ന് മാക്രോണി എല്ലാം നന്നായിട്ട് 3/4 വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളയാം. അങ്ങനെ നമ്മുടെ മാക്രോണി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ വാർത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 8ഓളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 8ഓളം വെളുത്തുള്ളി അല്ലിയാണ് ചെറുതായി അരിഞ്ഞത്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഒരു 2 എണ്ണം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകിൻ്റെ മണമെല്ലാം ഒരുവിധം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളി, അതായത് സവാള ഒരുവിധം ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയും ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കുള്ളത് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതാണ്, ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ടെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നമ്മുടെ മസാലക്കൂട്ടിലേക്കുള്ളത് സാധനങ്ങളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂണാണ് ഇവിടെ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ 1 സ്പൂൺ ഇട്ടാൽ മതി. കുറച്ച് കൂടുതൽ എരിവ് ഉള്ളത് കൊണ്ടാണ് 1 സ്പൂൺ ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. മഞ്ഞൾപ്പൊടി ഇട്ടു 1/4 സ്പൂൺ. ഇനി പെരിഞ്ജീരകത്തിൻ്റെ ഒരു 3/4 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ വഴറ്റി എടുക്കാം. വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏകദേശം ഒരുവിധമായി. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ തക്കാളി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട്
ഒന്ന് വഴറ്റി വരുന്നതിന് വേണ്ടി നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് നമ്മുടെ മാക്രോണി ഇടുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് വേണ്ട പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണിയാണ്. മുക്കാൽ വേവോളം വെന്തതും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുക്കാൽ വേവോളം ആയ മാക്രോണിയാണ്, അത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ മസാലയും മാക്രോണിയും കൂടി നന്നായിട്ട് മിക്സ് എടുക്കുക. എല്ലാം മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ ഏകദേശം എല്ലാം മസാലയും മാക്രോണിയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് ഒരു മല്ലിയിലയാണ്. മല്ലിയില കുറച്ച് കഴിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാക്രോണി മസാല റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അടിപൊളിയായി വന്നിട്ട് നോക്കൂ, ഉണ്ടല്ലേ, നല്ല സൂപ്പറായിട്ട്. നമ്മൾ അതിന് മീതെ കുറച്ച് ഒരു 2 സ്പൂണോളം തക്കാളി സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാക്രോണി മസാല റെഡി ആയിട്ടുണ്ട്, സൂപ്പറായിട്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.